എനിക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ ഈ കടാപ്പുറത്ത് പാടി പാടി മരിക്കും. അയ്യോ എന്റെ കൊച്ചു മുതലാളി, അങ്ങനെയൊന്നും പറയരുതേ. ഓ, രാവിലെ തുടങ്ങിയോ? ചുമ്മാ പഴയ സീനൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുമായിരുന്നു. നല്ലതാ, ജോലി പോയാലും ജീവിക്കാലോ. അതെ. നിങ്ങളുടെ കയ്യിലിരിപ്പ് വെച്ച് അത് എപ്പോ വേണമെങ്കിലും സംഭവിക്കാൻ ചെയ്യാം. എന്ത്? അല്ല, ഈ ജോലി എന്ന് പറഞ്ഞു വിടുന്നതേ. അതെ. ആ, അല്ല, രാവിലെ എങ്ങോട്ടാണാവോ തമ്പുരാട്ടി ഒരുങ്ങിക്കെട്ടി? ഒരു മീറ്റിംഗ് ഉണ്ട് സംഘടനയുടെ. തിരിച്ചെപ്പോഴാണാവോ എഴുന്നള്ളുന്നത്? വൈകിട്ടാവും. അതെ, രാവിലെ ഉണ്ടാക്കിയ ദോശ ഞാൻ കഴിച്ചു. ബാക്കി മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. എനിക്കുള്ള ദോശ പിന്നെ അപ്പൻ ഉണ്ടാക്കി തരും. എന്തേലും പറഞ്ഞായിരുന്നോ? അല്ല, എനിക്കുള്ളത് ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാന്ന് പറയുമായിരുന്നു. ചൂടോടെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അതാണ് ആരോഗ്യത്തിനും നല്ലത്. പുതിയ റിംഗ് ടോണാ? ഏത് സൂപ്പർ സ്റ്റാറാ? സൂപ്പർ സ്റ്റാറോ? ആ, എന്നെയോ? ദൈവമേ, വല്ല സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുന്നതായിരിക്കും. എടുക്ക്. ഇനി മേലാ മിമിക്രി കാണിച്ചാലേ കൈയും കാലും തല്ലിയൊടിക്കുന്നു പറയാനായിരിക്കും വിളിക്കുന്നത്. നീ പോ. സൂപ്പർ സ്റ്റാർ ജോണിക്കുട്ടി അതേത് സിനിമയില്? എടി, ഇത് സൂപ്പർ സ്റ്റാർ ടെക്സ്റ്റൈൽസ് ഉടമ ജോണിക്കുട്ടിയാണ്. ഹലോ ഹലോ. കട്ടായല്ലോ. ഞാൻ ഇറങ്ങുക. എടി, അത് ഞാൻ. പറ ജോണിക്കുട്ടി. ഇറങ്ങി വേടാ സിനിമാക്കാരാ. ഇറങ്ങോട്ട് ഇങ്ങോട്ട് വേടാ. എന്താ സാറേ സംഗതി? മൊബൈൽ ക്യാമറ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ട്രയൽ റൂമിനകത്ത്. അത് കലകൃഷിയിലെ ഞാൻ ഒരെണ്ണം കൊടുക്കായിരുന്നു. ഇറങ്ങ സാർ. താമാടു. എന്താടോ സാർ? യവനുണ്ടല്ലോ, തനിക്കെന്തോടോ? ഒന്ന് പോടോ. ഇവിടെ വേടാ. എന്താ സാറേ? എടോ, തന്നെയല്ല അയാളെ ഇങ്ങനെ വിളിച്ചേ. സാറിനായിരുന്നു. സാറിനെ വിളിക്കുന്നു. എന്താ സാർ? എടോ, ഇയാളല്ല, അയാളെ വിളിയോ. ശീല സാറിനെ വിളിക്കുന്നു. ചോറ് വിളമ്പി വെച്ചിരിക്കുന്നു. തിന്നാൻ വിളിച്ചു. ഒന്ന് മാറി അങ്ങോട്ട്. സാറേ, ഇവൻ ക്യാമറ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഡ്രസ്സിംഗ് റൂമില്. ഇയാളുടെ സൂപ്പർ സ്റ്റാർ ടെക്സ്റ്റൈൽസിനകത്ത്. ഇവന്റെ മൊബൈലാ. എല്ലാ വിഷ്വൽസും ഇതിനകത്തുണ്ട്. ഇതിന് മുമ്പ് റെക്കോർഡ് ചെയ്തത് അടക്കം. എവിടെ നോക്കട്ടെ. എല്ലാരും അകത്തോട്ട് വാ. വലിയ ഉപകാരം മോനെ. മെഡിക്കന്മാര് കൃത്യസമയത്തിന് തന്നെ എത്തി. വന്നല്ലോ പരദൂഷണ കമ്മിറ്റി. സാറേ, ഒന്നും പറയല്ലേ, നാറ്റിച്ച് പണ്ടാരം അടക്കി കളയും. താൻ പേടിക്കണ്ടോ? എന്തായി സാർ? എന്താ സംഭവം? ആരാ പ്രതി? എന്തോ അടു? ഒളിക്യാമറയോ? എന്തോന്ന് ഒളിക്യാമറ? എവിടാ ഹെൽമെറ്റ്? എന്തിനാണ് ട്രിപ്പിൾസ് കയറിയത്? വരുന്ന വഴി ഞങ്ങളുടെ വണ്ടി കേടായി സാർ. ലിഫ്റ്റ് അടിച്ച് വരുവാ. ലിഫ്റ്റ് ആയാലും ഫ്ലാറ്റ് ആയാലും നിയമം തെറ്റിച്ചാണ്ടല്ലോ. നാട്ടുകാരെ നന്നാക്കാൻ നടന്നാ പോരാ, സ്വയം നന്നാകാൻ പഠിക്കണം. ഇനി ഇവിടെ നിന്നാണ്ടല്ലോ പെറ്റി അടിച്ചാൽ പണ്ടാരം അടക്കി കളയും. റാസ്കൽസ്. പറ്റിപ്പോയി സാർ, പെറ്റി അടിക്കല്ലേ. ശാച്ചേ, വണ്ടി എടുത്തോടാ. കൊറേ സീൻ പാളിയടാ. കലിപ്പിലാണ്ടാ. നിന്ന് അയാള് പെറ്റി അടിക്കും. നമ്മളെ കൂടെ കൊണ്ടുപോടാ. വിട്ടത് വിട്ടോ. വിട്ടോടാ. ജീസസ്. അവനെ കൊണ്ടുപോടും. ഇങ്ങോട്ട് നീങ്ങില്ല. പറയടാ, പാസ്വേഡ് പറ. പറയടാ അങ്ങോട്ട്. 5 3 8 5 5. എടോ, കറക്റ്റ് പാസ്വേഡ് പറയാൻ. പറഞ്ഞു. ഇത് നമ്മുടെ സാറാ. പറയടാ. 5 3 5 5. ഇങ്ങോട്ട് മാറിക്കടാ. അങ്ങോട്ട്. ഇതിനകത്ത് വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ. അതിനകത്തുണ്ട് സാറേ, ഞങ്ങള് കണ്ടല്ലേ. എന്നിട്ട് എവിടെ? ഇങ്ങനെ കേറി നോക്ക് സാറേ.
ഗാലറിക്കകത്ത് കയറി നോക്ക് സാറേ. ആ ചെന്ന് കേറ. ഒരു എളിയെടുത്തു കയറി നോക്കണം സാറേ. ഇതെവിടെ പോയി? ഉണ്ടാ ഉണ്ടായിരുന്നാണല്ലോ സാറേ. ആരാണോ പരാതിക്കാർ? ഇവരാണോ? ഇവരാ? അതെ സാർ. എന്താ നിങ്ങളുടെ പരാതി? കറക്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞേ കേക്കട്ടെ. ഞാൻ ഡ്രസ് എടുത്തോണ്ട് ട്രയൽ റൂമിലേക്ക് പോകുമ്പോ തന്നെ ഇവൻ അവിടെ നിന്ന് പരങ്ങുന്ന കണ്ടായിരുന്നു. ചുമ്മാതാ സാറേ. അകത്ത് കയറി ഡ്രസ് മാറാൻ തുടങ്ങുമ്പോഴാ കണ്ടത് ആ ബേസിന്റെ അടിയിൽ ഫോണ്, അത് റെക്കോർഡിംഗ് മോഡില്. ജോണിക്കുട്ടാ, ഇവള് മൊബൈലും എടുത്ത് പുറത്തിറങ്ങി ഒച്ചപ്പാടം ഉണ്ടാക്കിയപ്പോ അവൻ അതും തട്ടിപ്പറിച്ച് ഓടാൻ നോക്കി. ഞാനും അവിടെ ഉണ്ടായിരുന്ന വേറെ 3-4 കസ്റ്റമേഴ്സും ചേർന്നാ ഓടിച്ചിട്ട് പിടിച്ചത്. എന്നിട്ട് വിഷ്വൽസ് ഒന്നും മൊബൈലിൽ കണ്ടില്ലല്ലോ? അയ്യോ ഉണ്ടായിരുന്നു സാറേ. ദേ ചുമ്മാ സംശയത്തിന്റെ പേരിൽ ആരോപണം ഉന്നയിച്ച ഒരു പാവം ചെറുപ്പക്കാരന്റെ ഭാവി കളയരുത്. പാവ സാറേ. അത് പിന്നെ ഭയങ്കര പാവമാണ്. അത് കാണുമ്പോഴേ അറിയാം പാവമാണെന്ന്. എങ്ങനെയാ നിന്റെ ഈ മൊബൈല് ഡ്രസ്സിംഗ് റൂമിനകത്ത് വന്നത്? പറയടാ. മുമ്പ് വന്ന ആൾക്കാർ ഒരുപാട് ഡ്രസ് ഉണ്ടായിരുന്നു ആ റൂമില്. അതെടുക്കാൻ കുനിഞ്ഞപ്പോ മൊബൈൽ താഴെ വീണ് ഞാൻ അറിഞ്ഞില്ല സാറേ. അത് താഴെ വീണപ്പോ റെക്കോർഡിംഗ് മോഡ് ഓൺ ആയതായിരിക്കും സാറേ. ഇപ്പോഴത്തെ ചില മൊബൈലുകൾ അങ്ങനെയാണ്. ഒന്ന് നോക്കിയാൽ മതി, പല ഫംഗ്ഷനും അറിയാതെ അങ്ങ് കയറി വർക്കാകും. ഓരോരോ ടെക്നോളജികള്. അതെ, നമ്മുടെ ഈ ഷോപ്പിംഗ് മാളിലൊക്കെ കണ്ടിട്ടില്ലേ? നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോ വാതിലിതേ ഇങ്ങനെ അങ്ങ് തുറക്കുവാ. മൊത്തം സെൻസർ ബോർഡല്ലേ സാറേ? ഏത് ബോർഡ്? അല്ല, സെൻസർ അല്ലേ സാറേ? റെക്കോർഡ് ചെയ്യാനല്ലെങ്കിൽ പിന്നെ നീ എന്തിനാടാ മൊബൈലും തട്ടിപ്പറിച്ചോണ്ട് ഓടിയേ? എന്തിനാ കുട്ടാ നീ മൊബൈൽ തട്ടിപ്പറിച്ചോണ്ട് ഓടിയത്? അതല്ലേ പ്രശ്നമായത്? പറ. അവര് ദേഷ്യത്തിനെങ്ങാനും മൊബൈൽ തല്ലിപ്പിടിച്ച് കളഞ്ഞാലോന്ന് ഓർത്താ. 16,000 രൂപയുടെ മൊബൈലാണ്. കഴിഞ്ഞ മാസം ഇൻസ്റ്റാൾമെന്റിന് എടുത്തതേ ഉള്ളൂ. അയ്യോ പാവം, വീട്ടുകാർക്ക് 5 പൈസയുടെ റേഷൻ പോലും മേടിക്കാതെ ഉണ്ടാക്കിയെടുത്ത മുതലായത്. എണ്ണം വരത്തില്ലയോ? കാര്യം ചോദിക്കുന്നതിന് മുമ്പ് ഇവരെല്ലാം കൂടെ പഞ്ഞിക്കിട്ട് സാറേ. ആണോ? ഇവരോ? അതെ. ആണോടാ? എടാ ആണോന്ന്? ആരോടാ ഇവന്റെ ദേഹത്ത് കൈവെക്കാൻ നിങ്ങൾക്ക് അധികാരം തന്നത്? നിങ്ങൾക്ക് എന്ത് തോന്നിയ ദിവസം കാണിക്കാനാണെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് ഈ യൂണിഫോം ഇട്ടോണ്ട് ഇവിടെ ഇരിക്കുന്നത്? മോനെ, ഇവന്റെ മൊബൈലിൽ നിന്ന് എന്തെങ്കിലും തെളിവ് കിട്ടിയായിരുന്നോ? അത് പിന്നെ നേരത്തെ ഇല്ല. ഇല്ല. പിന്നെ എങ്ങനെ ഞാൻ തീരുമാനിച്ചോ ഇവൻ റെക്കോർഡ് ചെയ്തൊന്നും? ഒരു കാര്യമില്ലാതെ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ദേഹത്ത് കൈയും വെച്ചിട്ട് വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? റാസ്കൽസ്. ആരെങ്കിലും ഭാര്യയുടെ വീഡിയോ പിടിക്കുമെന്ന് സംശയം ഉണ്ടെങ്കിലേ ഇതിനെ അങ്ങ് വീട്ടിലിരുത്തണം. കണ്ടെടുത്ത് പോയി തുണി അടിക്കാൻ വിടരുത്. ഇനി ഇവിടെ നിന്നാലുണ്ടല്ലോ രണ്ടിന്റെയും പേര് ഞാൻ വധശ്രമത്തിന് കേസെടുക്കും. ഇഡിയറ്റ്സ്. വിളിച്ചോണ്ട് പോടാ. സാറ് പറഞ്ഞിട്ടില്ലേ? എടാ ജോണിക്കുട്ടി, ഇവനെ കൊണ്ടുപോക്കോ മൊബൈൽ. വൈകിട്ട് ഞാൻ കടയിലോട്ട് വന്നോളാം. കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്. ഓ, അതിനെന്താ സാറേ, എല്ലാരും കൂട്ടിക്കോ. ഞാൻ വരാം സാറേ. മോനെ, ഇനിയെങ്കിലും മൊബൈൽ ഫോൺ താഴെ പോകാതെ സൂക്ഷിക്കണേ, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ തുണി മാറുന്ന സ്ഥലത്ത്. ചെല്ല്. സാറേ ഒരു പോളിസിംഗ് എടുക്കണേ. 1 or 2 എടുക്കാം. സാറ് ഷോപ്പിലേക്ക് പോരെ? അയ്യോ, ഷോപ്പിൽ പോവല്ലേ. ഇതുപോലത്തെ വേറെ മൊബൈൽ ഡ്രസ്സിംഗ് റൂമിൽ കാണാം. ഇത്രയും വ്യക്തമായ തെളിവ് കിട്ടിയിട്ടും അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് സാർ അവനെ വിട്ടാൽ ശരിയല്ല. ഡിലീറ്റ് ചെയ്തോ? ആര്? എന്താന്നറിയ? സാറൊന്നും പറയണ്ട സാറേ, വിഷ്വൽസ് ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ. എടോ ജോണിക്കുട്ടി നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. ഈ വിവരം പുറത്തറിഞ്ഞ അയാളുടെ സ്ഥാപനം പൂട്ടും. എല്ലാ ആഴ്ചയും എന്റെ ഭാര്യ അവിടെ പോയി തുണി എടുക്കുന്ന പകുതി വിലയെ ജോണിക്കുട്ടി എടുക്കത്തുള്ളൂ. അപ്പൊ പിന്നെ എങ്ങനാടോ ഞാൻ? അത് ശരിയാ. ഈ പേരിൽ നിങ്ങൾക്ക് പോയി പർച്ചേസ് ചെയ്യാമല്ലോ. ഞാൻ പോകുന്നുണ്ട് വൈകിട്ട്. അതാണ്, എന്റെ ഭാര്യ കഴിഞ്ഞ ആഴ്ച പോയി പുലിമുരുകൻ സ്റ്റൈല് സാരി വാങ്ങി. അതാണ് ആ സിനിമയിൽ പുലി കൊടുത്തോണ്ട് വരുന്നത്. അല്ല, ജൂലി അറിയില്ലേ? ഓ, ആ സിനിമയിൽ പാലത്തിൽ കൂടി ഒരു പെണ്ണ് വരില്ലേ സാരി എടുത്തോണ്ട് ലാലിനെ തിരക്കി? ഇപ്പൊ മനസ്സിലാക്കി തരാം. നിങ്ങൾക്ക് നാണമില്ലല്ലോ മനുഷ്യ എന്നോട് ഇത് പറയാൻ. നല്ലൊരു അവസരം കളഞ്ഞേച്ച് വന്നേക്കുന്നു. ഞാൻ എന്തോ ചെയ്യാനടി? ഇത് ചോദിക്കാനാണ് നിങ്ങൾ കാക്കിയിട്ടോണ്ട് പോയത് ആണോന്ന്? അപ്പോഴത്തേക്കും CI സാർ വന്നില്ലേ അവിടെ? CI സാർ വന്നോന്ന്. എന്റെ മനുഷ്യ, ഇപ്പോഴത്തെ കാലത്ത് ഒളിക്യാമറ എന്നൊക്കെ പറഞ്ഞ ചൂടുള്ള വാർത്തയാ. നിങ്ങൾ ആ പ്രതിയും പിടിച്ചോണ്ട് നിൽക്കുന്ന വാർത്ത പത്രത്തിൽ വന്നാലുണ്ടല്ലോ, സോഷ്യൽ മീഡിയ നിങ്ങളെ അങ്ങ് ഏറ്റെടുത്തേനെ. ആണല്ലേ? ആണല്ല പെണ്ണ്. ആ കാളിയുടെ മുന്നിൽ ഷൈൻ ചെയ്യാനുള്ള നല്ലൊരു അവസരമായിരുന്നു. ആ CIയുടെ ഭാര്യ. ഓ, ആ കാളി. അതെ, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ? എന്താ?
എടി ഇത് പൂവമ്പഴമാണോ അതോ പാളയംകുടമ്പഴമാണോ? ഞാൻ സാറിന്റെ ഭാര്യയെ കുറ്റം പറയത്തില്ല. കറക്റ്റ് കാര്യമല്ല മാഡം പറഞ്ഞത്. CI സാറ് തെളിവുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്തോ പറയാനാടോ? താനും കണ്ടതല്ലേ അങ്ങേരുടെ പെർഫോമൻസ്? അതെ, ഇതുപോലുള്ളവന്മാരെ ഇങ്ങനെ വിടാനാണെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാണ് സാറേ പോലീസ് എന്ന് പറഞ്ഞ് നടക്കുന്നത്? ഇത് തന്നെ അവളും ചോദിക്കുന്നത്. അങ്ങേരുടെ ഭാര്യയുടെ മുന്നിൽ ഷൈൻ ചെയ്യാനുള്ള അവസരം പോയതില്ല അവളുടെ ദേഷ്യം. അല്ല സാറേ, അവര് തമ്മിൽ കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ടേ ഉടക്കായിരുന്നു അല്ലേ? അങ്ങനെയല്ലേ എന്റെ ഭാര്യയെ കോളേജിൽ നിന്ന് പുറത്താക്കുന്നത്? അതെങ്ങനെ? എടോ, വഴക്കുമൊത്ത് എന്റെ ഭാര്യ ലാബിൽ വെച്ച് ഏതോ ഒരു കെമിക്കൽ എടുത്ത് CI സാറിന്റെ ഭാര്യയുടെ ദേഹത്ത് ഒഴിച്ചു കൊടുത്തു. അത് ശരി. പൊള്ളിക്കരിഞ്ഞ ആ പാട് ഇപ്പോഴും CI സാറിന്റെ ഭാര്യയുടെ ദേഹത്തുണ്ട്. അറിയോ തനിക്ക്? അല്ല, അത് സാറിന് എങ്ങനെ അറിയാം? ഇത് അവിടെ നിന്നും പോയി. എടോ, എന്റെ ഭാര്യ പറഞ്ഞതാ, അല്ലാതെ ഞാൻ എങ്ങനെ അറിയാനാ? സാറേ, എനിക്കൊരു ഐഡിയ. എന്ത്? അത് കൊള്ളാം, ഉഗ്രൻ ഐഡിയ. മുള്ളിനെ മുള്ളു കൊണ്ടെടുക്കുക. താങ്ക് യു. എടോ, വഴക്കുമൊത്ത് എന്റെ ഭാര്യ ലാബിൽ വെച്ച് ഏതോ ഒരു കെമിക്കൽ എടുത്ത് CI സാറിന്റെ ഭാര്യയുടെ ദേഹത്ത് ഒഴിച്ചു കൊടുത്തു. അത് ശരി. പൊള്ളിക്കരിഞ്ഞ ആ പാട് ഇപ്പോഴും CI സാറിന്റെ ഭാര്യയുടെ ദേഹത്തുണ്ട്. അറിയോ തനിക്ക്? അല്ല, അത് സാറിന് എങ്ങനെ അറിയാം? ഇത് അവിടെ നിന്നും പോയി. എടോ, എന്റെ ഭാര്യ പറഞ്ഞതാ, അല്ലാതെ ഞാൻ എങ്ങനെ അറിയാനാ? സാറേ, എനിക്കൊരു ഐഡിയ. എന്ത്? അത് കൊള്ളാം, ഉഗ്രൻ ഐഡിയ. മുള്ളിനെ മുള്ളു കൊണ്ടെടുക്കുക. താങ്ക് യു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. വേണ്ട, അത് വേണ്ട. കസ്തൂരി കസ്തൂരിയുടെ മണമെന്ന് പറയാൻ പറ്റൂല, ഇതിനകം നാറുവാ. ഞാൻ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക, നിങ്ങൾക്ക് ഇതൊന്ന് വൃത്തിയായിക്കൂടെ? ഞങ്ങള് മനുഷ്യന്മാർ കയറി കിടക്കാനുള്ളതാ. അയ്യോ, അത് ശരി. സാറ് റൂം ബുക്ക് ചെയ്തിട്ട് നടക്കുന്ന വിവരം ഞാൻ അറിഞ്ഞില്ല. VIP. അയ്യോ, സാറ് വളരെ ഇമ്പോർട്ടന്റ് പേഴ്സൺ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. റൂം സർവീസിന് ആളിനെ വിടട്ടെ. ആയിക്കോട്ടെ. PC സാർ VIP ആണ്, ഒന്ന് സർവീസ് ചെയ്ത് കൊടുത്തേക്കൂ. സർവീസ് വിളിക്കും സാർ. ഒരു തൊട്ടിയും ബ്രഷും എടുത്ത് ഇവന്റെ കൊടുക്കണം. എന്നിട്ട് ഈ റൂം മുഴുവൻ ഇവനെ കൊണ്ട് ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യിപ്പിക്കണം. ഇപ്പൊ മോനെ, വെറുതെ ഇരിക്കുന്നിടത്ത് ചുണ്ണാമ്പ് തേക്കല്ലേ. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റ് നീ വരുമ്പോ, കള്ളനവൻ കഥ പറഞ്ഞു, കാമുകന്റെ കഥ പറഞ്ഞു. എന്താടോ രണ്ടുപേർക്കും പഴയ 1000-ന്റെ നോട്ട് കണ്ട ബാങ്ക് മാനേജറുടെ മുഖഭാവം? അല്ല സാറേ, ഞങ്ങൾക്കൊരു സംശയം. എന്തോന്ന്? നിങ്ങൾക്കോ സംശയോ? എടോ, അതൊക്കെ ബുദ്ധിയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പ്രക്രിയ അല്ലേ? എന്താ ചോദിച്ചേ? അല്ല, നമ്മളാ ടെക്സ്റ്റൈൽസിൽ മൊബൈൽ ക്യാമറ വെച്ച പയ്യനെ വെറുതെ വിട്ടായിരുന്നല്ലോ. അതെ, വിട്ടായിരുന്നു. ആ പയ്യൻ ഈ പരിപാടി നേരത്തെ തൊട്ട് ചെയ്യുന്നുണ്ടോന്നൊരു സംശയമുണ്ട്. ആയിക്കോട്ടെ, അതിനെന്താ? പിള്ളേരല്ലേടോ, അവർക്ക് വലിയ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ. സാറ് ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് വിഷ്വൽസ് ഞങ്ങളും കണ്ടായിരുന്നേ. കണ്ടായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, ആ കണ്ട സീനുകളിൽ പരിചയമുള്ള ഒരു മുഖം ഉണ്ടായിരുന്നു എന്ന് സാറിനൊരു സംശയം. ആണോ? ആരുടെ ആയിരുന്നു? പറയണോ? അല്ല സാറേ, സാറിന്റെ വൈഫൊക്കെ സ്ഥിരമായിട്ട് അവിടെ പോകുന്നല്ലേ, ആ സ്ഥിതിക്ക് പോകുന്ന സ്ഥിതിക്ക് അത് മാഡം ആണോ എന്നൊരു സംശയം. അല്ല സാറേ, മുഖം ശരിക്കും കണ്ടില്ല, പക്ഷെ താഴേക്ക് നല്ല ക്ലിയർ ആയിരുന്നു. നെഞ്ചിൻ്റെതായി ഇവിടുന്ന് താഴോട്ട് പൊള്ളിയൊരു പാടും ഉണ്ടായിരുന്നു. അത് മാഡം ഒന്നും ആയിരിക്കില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ സാർ.
അല്ല ഞാനൊരു സംശയം പറഞ്ഞതേ ഉള്ളൂ. അത് മേഡം അല്ലെങ്കിൽ ഭാഗ്യം. അതെ. ഹാവ് എ ഗുഡ് ഡേ സാർ. ഹലോ, എടി നീ എവിടാ? ഞാൻ വീട്ടിലാ. ഒരു തലവേദന, നേരത്തെ പോന്നു. ഒരു ഗുളിയും കഴിച്ച് കിടക്ക. എന്താ? എടി നീ കഴിഞ്ഞ ആഴ്ച സൂപ്പർ സ്റ്റാർ ടെക്സ്റ്റൈൽസിൽ പോയായിരുന്നോ? ആ പോയി. പുലിമുരുകൻ സാരിയും പിന്നെ എന്തൊക്കെ വാങ്ങി? പിന്നെ ഒരു ചുരിദാറും 2 ലെഗിൻസും. ഈ ലെഗിൻസ് എന്ന് പറയുമ്പോ തൊലി പോലെ ഇരിക്കുന്ന ഒരു തൊലിഞ്ഞ സാധനമല്ലേ? അതെ, എന്താ? അതൊക്കെ നീ അവിടെ വെച്ച് ഇട്ടു നോക്കിയായിരുന്നോ? ഇട്ട് നോക്കാതെ എങ്ങനെ വാങ്ങാ മനുഷ്യ? അയ്യോ, എടി നിന്റെ നെഞ്ചത്ത് ഇപ്പോഴും ആ പൊള്ളിയ പാടുണ്ടോ? അത് പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? വെക്ക മനുഷ്യ ഫോണ്, വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി. ആ മൊബൈൽ ഫോൺ വെച്ച തെണ്ടിയുടെ മോനെ എത്രയും പെട്ടെന്ന് പൊക്കണം. ഇമ്മീഡിയറ്റ്ലി, എത്രയും പെട്ടെന്ന്. ആ പരാതിക്കാരൻ പൊക്കിയേരെ. പരാതി എഴുതി മേടിക്കും. ഒന്ന് പോയിട്ടോ അവിടുന്ന്, ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട്. ആ മൊബൈൽ ഫോൺ വെച്ച തെണ്ടിയുടെ മോനെ എത്രയും പെട്ടെന്ന് പൊക്കണം. ഇമ്മീഡിയറ്റ്ലി, എത്രയും പെട്ടെന്ന്. ആ പരാതിക്കാരൻ പൊക്കിയേരെ. പരാതി എഴുതി മേടിക്കും. ഒന്ന് പോയിട്ടോ അവിടുന്ന്, ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട്. രക്ഷപ്പെട്ടത് കരുതിയല്ലടാ റാസ്കൽ. നീ പെണ്ണുങ്ങൾ ഡ്രസ് മാറുന്നിടത്ത് കൊണ്ടുപോയി ഒളിക്യാമറ വെക്കും. ഇല്ലോടാ തെണ്ടി. എവിടെയോ അവന്റെ ഫോൺ? അത് മാഡത്തിന്റെ തന്നെയായിരുന്നു വീഡിയോ. ഞാൻ അപ്പൊ തന്നെ അത് തല്ലിപ്പൊടിച്ചും ബോർഡിലിട്ട് സാറേ. അത് ഏതായാലും നന്നായി. ഇവിടെ തെളിയാത്ത സകല കേസ് ഇവന്റെ തലയെ കെട്ടിവെക്ക്. ഇവൻ ഈ ജന്മത്ത് പുറത്തിറങ്ങരുത്. നിർത്തടാ. എന്നാ ക്യാമറ ഓടി സാറേ. ചാനലുകാർ എന്തായോ എന്തോ. സാർ, ഒരിക്കൽ കുറ്റവിമുക്തനാക്കിയ പ്രതിയെ എന്താണ് സാർ വീണ്ടും അറസ്റ്റ് ചെയ്തത്? പറയൂ. ആരാടോ കുറ്റവിമുക്തനാക്കിയത്? ഞങ്ങൾ അന്ന് തൊട്ട് ഇവനെ നിരീക്ഷിച്ചു വരികയായിരുന്നു, കൂടുതൽ തെളിവിന് വേണ്ടി. ഇപ്പൊ അത് കിട്ടി, ഇവനെ കൈയോട് അറസ്റ്റ് ചെയ്തു. ഇന്റർനാഷണൽ സെക്സ് റാക്കറ്റിലെ കണ്ണിയാണിവൻ, ഈ തെണ്ടി. സ്ത്രീ പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ അറസ്റ്റിനെ സാർ എങ്ങനെ നോക്കി കാണുന്നു? സ്ത്രീകൾക്കെതിരെയുള്ള ഏത് അതിക്രമത്തെയും ഈ CI ഷിജു എതിർത്തിരിക്കും, തടയും, തടഞ്ഞിരിക്കും. കാരണം സ്ത്രീ ദേവതയാണ്, അമ്മയാണ്, മകളാണ്, പെങ്ങളാണ്. അതിലെല്ലാം ഉപരി സ്ത്രീ ഭാര്യയാണ്. ഭാര്യ. അതാണ്